നിങ്ങളുടെ ഭാര്യയോ മകളോ വീട്ടിലെ അടച്ചിട്ട മുറിയിൽ നിന്ന് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ ലേലം ചെയ്യപ്പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ. അല്പം ശ്രദ്ധ കുറഞ്ഞാൽ ഇതേതു വീട്ടിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. സംസ്ഥാന സർക്കാരിന്റെ 2 സിനിമാ തിയേറ്ററുകളിലെ ഹാക്ക് ചെയ്ത ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലും പ്രചരിച്ചത് ഇതിനുള്ള ശക്തമായ ഉദാഹരണമാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ തിയേറ്ററുകളിലെ ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ എത്തപ്പെടുന്നത്? CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ക്ലൗഡിൽ നുഴഞ്ഞു കയറിയാണ് ഹാക്കർമാർ ദൃശ്യങ്ങൾ പകർത്തുന്നത്. CCTVയുടെ യൂസർ ഐഡിയും പാസ്വേഡുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 2023 മുതലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ ചോർന്നിട്ടുള്ളത്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് CCTV വീഡിയോകൾ അശ്ലീല സൈറ്റുകളിൽ അടക്കം ലഭ്യമായി തുടങ്ങിയത് എന്ന വിവരം. പ്രചരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ തിയേറ്ററിന്റെ പേരും സ്ക്രീൻ നമ്പരും തീയതിയും സമയവുമെല്ലാം വ്യക്തമാണ്. വിവിധ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് പണം വാങ്ങി ഇത്തരം ദൃശ്യങ്ങൾ വിൽക്കുന്നത്. അതിനിടെ സംഭവത്തിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷനും സാങ്കേതിക വിദഗ്ധരെ ഉപയോഗിച്ച് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചോരാൻ കാരണക്കാർ നമ്മൾ തന്നെ എന്നതാണ് ഏറെ അമ്പരപ്പിക്കുന്നത്. പാസ്വേഡുകളാണ് വില്ലനാകുന്നത്. എളുപ്പത്തിൽ ഓർമ്മിക്കാൻ എന്ന പേരിൽ നമ്മൾ നൽകുന്ന പാസ്വേഡുകൾ വളരെ ദുർബലമാണ്. പലപ്പോഴും ജനനത്തീയതി, തുടർച്ചയായ അക്കങ്ങൾ, വാഹനങ്ങളുടെ രജിസ്റ്റർ നമ്പറുകൾ തുടങ്ങിയവയായിരിക്കും കൂടുതൽ പേരും നൽകുന്നത്. രാജ്കോട്ടിലെ പ്രസവാശുപത്രിയിലെ പരിശോധനാ ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ദുർബലമായ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നതിലെ പ്രശ്നങ്ങൾ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ സ്വന്തം ആസനത്തിൽ ചൂടടിച്ചാൽ മാത്രമേ പഠിക്കൂ എന്ന് വാശിയുള്ള മലയാളികൾ ഇതൊന്നും അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല. അതിന്റെ ഫലമാണ് ഇപ്പോൾ തിയേറ്റർ ദൃശ്യങ്ങളിൽ പ്രചരിക്കുന്നത്. നാളെ തിയേറ്റർ ദൃശ്യങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ സ്വകാര്യതയായിരിക്കാം. സുരക്ഷിതമായ പാസ്വേഡുകൾ നൽകാതെ സ്ഥാപിച്ചിരിക്കുന്ന CCTVകളുടെ ദൃശ്യങ്ങൾ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ തുറക്കാമെന്ന് ആദ്യം തിരിച്ചറിയുക. ഇതിന് ഇന്റർനാഷണൽ ബുദ്ധിയൊന്നും വേണ്ട. കമ്പ്യൂട്ടറിനെ കുറിച്ച് അല്പം അറിവുള്ള നമ്മുടെ അയൽപ്പക്കത്തുള്ള പിള്ളേർക്കും ഇതിനായി ഈസിയായി കഴിയും. CCTV ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെക്നീഷ്യൻ തുടക്കത്തിൽ ഇട്ട പാസ്വേഡ് മാറ്റാൻ പോലും ഭൂരിപക്ഷവും തയ്യാറാവില്ല. അതിനാൽ ആ ടെക്നീഷ്യന് വേണമെങ്കിലും നിങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താം. പാസ്വേഡ് ശക്തമാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇടയ്ക്കിടെ ഇത് മാറ്റുകയും വേണം. വീട്ടിലെ കിടപ്പുമുറിയിലും വസ്ത്രം മാറുന്ന മുറിയിലും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ ഒഴിവാക്കണം. ഈ ക്യാമറകളാണ് നിങ്ങളുടെ സ്വകാര്യത ഏറ്റവും കൂടുതൽ പകർത്തുന്നത്. അതുപോലെ റിമോട്ട് ആക്സസ് ഓഫാക്കുക. തീരെ അത്യാവശ്യമെങ്കിൽ മാത്രമേ ഇത് ഓണാക്കാവൂ. ഒരു കാരണവശാലും പാസ്വേഡുകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക തുടങ്ങിയ അത്യാവശ്യ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാൽ മാനം പോകാതെ നിങ്ങൾക്കും രക്ഷപ്പെടാം.